നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുപ്രധാന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ജനറൽ കാറ്റഗറിയിൽ 4 വർഷം കൂട്ടി. ഉദ്യോഗാർത്ഥികൾക്ക് 40 വയസ്സുവരെ അപേക്ഷ നൽകാം. JB കോശി റിപ്പോർട്ടിലെ 32 ശുപാർശകൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. സംവരണ വിഭാഗത്തിലുള്ളവരുടെ പ്രായപരിധിയും ആനുപാതികമായി കൂട്ടിയിട്ടുണ്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, തെരഞ്ഞെടുപ്പിന് മുൻപ് യുവാക്കളെ കയ്യിലെടുക്കാൻ ഇതാ സുപ്രധാനമായ തീരുമാനമെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതിലെ 32 ശുപാർശകൾ കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായിരിക്കും ഇതിന്റെ തുടർചലനങ്ങൾ? അവിനിത, തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രമാണ് പ്രഖ്യാപനത്തിനുള്ളത്. അതിന് തൊട്ടുമുമ്പാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേർന്ന ഈ PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ജനറൽ കാറ്റഗറിയിൽ 36 എന്ന പ്രായപരിധി 40ലേക്ക് ഉയർത്തുകയാണ്. അതിനൊപ്പം തന്നെ SC/ST വിഭാഗത്തിൽ അത് 45ലേക്ക് ഉയർത്തുന്നു. OBC വിഭാഗത്തിലേക്ക് 43ലേക്ക് ഉയർത്തുന്നു. അങ്ങനെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഏറെക്കാലമായി യുവജന സംഘടനകളുടെ ആവശ്യം കൂടിയായിരുന്നു 36 എന്ന ജനറൽ കാറ്റഗറിയിലെ PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന്. ഒടുവിൽ സർക്കാർ അത് അംഗീകരിക്കുകയാണ്. അതിനു പുറമെ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 32 ശുപാർശകൾ കൂടി അംഗീകരിക്കുന്നു. നേരത്തെ ക്രൈസ്തവ സഭകളടക്കം കേരള കോൺഗ്രസ് M അടക്കം ഇതിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴാണ് കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 32 ശുപാർശകൾ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗമാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഏറ്റവും നിർണായക തീരുമാനം ഇപ്പോൾ എടുക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന ആക്ഷേപം പ്രതിപക്ഷമടക്കം ഉയർത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. നേരെ മറിച്ച് 220 അതിലെ ശുപാർശകൾ അത് അംഗീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ JB കോശി കമ്മീഷനിലെ 32 ശുപാർശകൾ അംഗീകരിക്കുന്നത്. ക്രൈസ്തവ സഭകൾക്ക് അവരെ ചേർത്ത് നിർത്താനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിനു പുറമെ യുവജന സംഘടനകളടക്കം നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ, നേരത്തെ സമാനമായി തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ നിരന്തരമുള്ള ആവശ്യങ്ങൾ ഒന്ന് അംഗീകരിക്കപ്പെടുന്നു. അതിലെ കുറച്ച് ശുപാർശകളെങ്കിലും അത് സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേതായാലും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി തന്നെ ചർച്ചയാക്കാനുള്ള നീക്കം സ്വാഭാവികമായും LDFന്റെ ഭാഗത്തുണ്ടാകും. പ്രത്യേകിച്ച് PSCയുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചത് വലിയൊരു വിഭാഗത്തിന് ആശ്വാസമാണ്. നേരെ മറിച്ച് അതിനെ പ്രതിപക്ഷം എതിർക്കുക, PSCയിൽ നിയമനം പോലും നടക്കുന്നില്ല എന്ന ആരോപണം ഉയർത്തിയായിരിക്കും വിനീത. റോഷിപാൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. നേരത്തെ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ വലിയ ആവശ്യം അത് എയ്ഡഡ് സ്കൂൾ സംവരണവുമായി ബന്ധപ്പെട്ടാണ്. അതിലും ഇതുപോലെ പൊടുന്നനെ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുകയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയൊക്കെ നടത്തുകയുണ്ടായി. ഇതിന് പിന്നാലെ ഇതാ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം എന്ന് നമുക്ക് കരുതാം. അതിലും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നു പ്രതിപക്ഷം. നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിച്ചത് നിയമനങ്ങൾ നികത്താതെ, ഒഴിവുകൾ നികത്താതെ ഇപ്പോൾ കൈക്കൊള്ളുന്ന തീരുമാനം അത് കണ്ണിൽ പൊടിയിടൽ തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതാ പ്രതിപക്ഷം ഇതും ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. വിനിത, ഈ PSC പ്രായപരിധി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വാക്പോരുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം PSCയിൽ നിയമന നിരോധനമാണ്, അപ്രഖ്യാപിത നിയമന നിരോധനം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുവെന്ന ആരോപണമാണ് നിലവിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രത്യേകിച്ച് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടടക്കം റാങ്ക് ലിസ്റ്റിലെ പ്രധാനപ്പെട്ടവർ, 1ാം റാങ്ക് ലഭിച്ചവർക്ക് പോലും നിയമനം നൽകുന്നില്ല എന്ന പരാതി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇതിനെ ആ നിലയിൽ തന്നെയാണ് അതിനെ എതിർക്കുക, അതിനെ വിമർശിക്കുക. അത് ഒരു വാക്പോരിനിടയാക്കും. അതേ സമയം തന്നെ യുവജന സംഘടനകളടക്കം പലപ്പോഴായി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ പ്രായപരിധി 36-ൽ നിന്നും 40 ഉയർത്തണം എന്നുള്ളതായിരുന്നു. അത് അംഗീകരിക്കപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ അത് കണക്കാക്കപ്പെടും. അതേസമയം തന്നെയാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. അത് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് LDFിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടത് ഇതിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്നായിരുന്നു. അത് പക്ഷേ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിന് പകരം ആ JB കോശി കമ്മീഷനിലെ ശുപാർശകളിൽ പ്രധാനപ്പെട്ട 32 ശുപാർശകൾ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ എന്തൊക്കെ ശുപാർശകൾ
JB കോശി കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നത് പൊതു സമൂഹത്തിന് അറിയാൻ കഴിയുള്ളൂ എന്നാണ് അത് ക്രൈസ്തവ സഭകൾ പറയുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭകൾ ഈ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയുണ്ടാകില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആ ഒരു ആവശ്യം. അത് അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രത്യേകിച്ച് അതിൽ ജോസ് കെ മാണിയുടെ നിലപാട് ഏറ്റവും പ്രധാനമായിരിക്കും. കാരണം സഭകൾ ഒരു ഭാഗത്ത് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് പുറത്തുവിടാതെ അതിലെ കുറച്ച് ശുപാർശകൾ മാത്രം 32 ശുപാർശകൾ മാത്രം അംഗീകരിക്കുക ആണ് ചെയ്തത്. ഇനി ഏതായാലും ഒരുപക്ഷെ ഒരു മന്ത്രിസഭയും കൂടി നടക്കാൻ സാധ്യത മാത്രമാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തെത്തി തിരിച്ചു പോയാലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. അത് ഒരുപക്ഷെ ഈ മാസം അവസാന ദിവസങ്ങളിലാകാം, അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യ ദിവസങ്ങളിലാകാം. അങ്ങനെയെങ്കിൽ അടുത്ത ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. അതല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവസാന ഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതാണ്. അത് ജനപ്രിയമായ പ്രഖ്യാപനങ്ങളാണ്. ഓരോ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ PSC പ്രായപരിധി അത് 36-ൽ നിന്നും 40-ലേക്ക് ഉയർത്തുന്നത്. അതുവഴി യുവജനങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലാകാം ഒരുപക്ഷെ. അതിനു പുറമെയാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 32 പ്രധാനപ്പെട്ട ശുപാർശകൾ കൂടി പുറത്തുവിടുന്നത്. പക്ഷേ സഭകൾ പറയുന്നത് ആ 32 ശുപാർശകൾ അംഗീകരിക്കണം എന്നുള്ളതല്ല. സഭകളുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പുറത്തുവിടണം എന്നുള്ളതാണ് വിനീത. ശരി, ഏതായാലും നമുക്ക് തുടർ പ്രതികരണങ്ങളിലേക്ക് പോകണം. എന്താണ് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഒക്കെ നിലപാടുകൾ എന്നറിയണം. റോഷിപാൽ പറഞ്ഞതുപോലെ ജോസ് കെ മാണിയുടെ നിലപാട് അതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. റോഷിപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വാർത്തയുടെ ഇപ്പോൾ